നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കുറച്ച് പോഷകങ്ങൾ, മിനറൽസ്, എന്താ പറയുക, വൈറ്റമിൻസിനെയൊക്കെ കുറിച്ചിട്ട് ഞാനൊരു റഫായിട്ട് ഞാൻ പറഞ്ഞത്. ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ നമ്മളുടെ പീരിയഡിൻ്റെ ചില പ്രശ്നങ്ങൾ, മെൻസസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അത് ഫസ്റ്റത്തെ തന്നെ വരുന്നത് മാഗ്നീഷ്യം നമ്മുടെ മൂഡ് സ്വിങ്സിൻ്റെ ഒരു പ്രധാന കാരണക്കാരനാണ് ഈ മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി എന്നുള്ളത്. മഗ്നീഷ്യം പീരിയഡ്സിന് സമയത്തുള്ള കോൺസ്റ്റിപ്പേഷൻ കുറക്കുകയും അതുപോലെ തന്നെ ഈ പ്രീ മെൻസ്ട്രൽ സിംറ്റംസിനെയൊക്കെ കുറക്കുകയും നമ്മുടെ ആ ഒരു മാനസികാവസ്ഥയൊക്കെ ഒന്ന് സ്റ്റേബിൾ ആക്കുകയും നല്ല ഉറക്കം തരാനൊക്കെ മഗ്നീഷ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മഗ്നീഷ്യം കൂടുതലായിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ പംകിൻ സീഡ്സ്, അവക്കാഡോ, ബദാം പോലുള്ള ഭക്ഷ്യവസ്തുക്കളിലൊക്കെ കൂടുതലായിട്ട് മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇനി അയൺ, ഇത് ബ്ലീഡിങ്ങിന് ശേഷം നമ്മുടെ യൂട്രസിനെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു മിനറലാണ്. അതുപോലെ നമുക്ക് എനർജി തരാനും ഓക്സിജന്റെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അയൺ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാ? ചീര, പയറ്, ബീട്രൂട്ട്, അതുപോലെ തന്നെ റെഡ് മീറ്റ് ഒക്കെ അയൺ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അടുത്തത് ഫൈബർ ഈസ്ട്രജന്റെ അളവിലുള്ള വ്യത്യാസം കൊണ്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും കുറക്കാനായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പീരിയഡ്സിന്റെ സമയത്തുള്ള മലബന്ധം കുറക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. പയറ്, ഓട്സ്, ചിയാ സീഡ്, പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിലൊക്കെ കൂടുതലായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇനി വൈറ്റമിൻ ഡി, ഇത് ആർത്തവം ക്രമമാക്കുകയും ഹോർമോണിന്റെ ഇംബാലൻസുകളെ കുറക്കുകയും നമ്മുടെ ആ ഒരു മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇത് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് നമുക്കറിയാം, സൂര്യപ്രകാശത്തിൽ നിന്ന് വൈറ്റമിൻ ഡി നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എഗ്ഗ് കഴിക്കുന്നത് വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ ഹോർമോണിനെ ബാലൻസ് ചെയ്യാനും പീരിയഡ്സ് കറക്റ്റ് ആക്കാനും PMS അതുപോലെ തന്നെ മുഖക്കുരൊക്കെ കുറക്കാനും നമ്മുടെ ഓവറിയുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു മിനറലാണ് സിങ്ക്. ഇത് കൂടുതലായിട്ട് പംകിൻ സീഡിലും സീ ഫുഡുകളിലും കാഷ്യൂ നട്ടിലും ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ omega-3 ഫാറ്റി ആസിഡ്, ഇത് മൂഡ് സ്വിങ്സ് കുറക്കുന്നു, അതുപോലെ തന്നെ എല്ലാ ഇൻഫ്ലമേറ്ററി ചേഞ്ചസിനെയും ഇല്ലാതാക്കുന്നു. പിന്നെ ബ്ലീഡിംഗ് ഒക്കെ കുറക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നു. ചെറു മത്സ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് omega-3 ഫാറ്റി ആസിഡുകൾ ഉണ്ട്. പിന്നെ ചിയാ സീഡ്, വാൾനട്ട്, ഇതിലൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതും പീരിയഡ്സിന്റെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കുറക്കാനായിട്ട് സഹായിക്കും.